കട്ടപ്പന നഗരസഭയിൽ പൊതുമരാമത്ത് വകുപ്പിലും എഞ്ചിനീയറിംഗ് വിഭാഗത്തിലും കെടുകാര്യസ്ഥത തുടരുന്നുവെന്ന് LDF കൌൺസിലർമാരുടെ ആരോപണം. ഗ്രാമീണ മേഖലകളിലടക്കം വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല. സ്വാധീനമുള്ള നഗരസഭാ അംഗങ്ങളുടെ വാർഡുകളിൽ മാത്രമാണ് ഫണ്ട് വിനിയോഗം നടക്കുന്നതെന്നും പ്രതിപക്ഷം ആരോപിച്ചു. നഗരസഭയിലെ പൊതുമരാമത്ത് വകുപ്പിലെ കെടുകാര്യസ്ഥത മൂലം ഗ്രാമീണ മേഖലകളിലെ റോഡുകൾ പോലും തകർന്നു കിടക്കുകയാണ്. നിർമ്മാണ വിഭാഗത്തിൽ അസിസ്റ്റന്റ് എഞ്ചിനീയറെ നിയമിക്കുന്നതിന് പോലും നഗരസഭ അധികൃതർ ശ്രദ്ധ ചെലുത്തുന്നില്ല. ഈ വർഷം 7% ഫണ്ട് മാത്രമാണ് പൊതുമരാമത്ത് വകുപ്പിൽ നിന്ന് ചെലവഴിക്കാൻ സാധിച്ചത്. നിരവധി വലിയ പൊതുപരിപാടികൾക്കടക്കം ഉപകാരപ്രദമാകുന്ന കട്ടപ്പന മുനിസിപ്പൽ സ്റ്റേഡിയം മാറ്റി ഇൻഡോർ സ്റ്റേഡിയം പണിയുന്നത് നഗരസഭയുടെ അട്ടിമറിയുടെ ശ്രമമാണെന്നും LDF കൗൺസിലർ ഷാജി കുത്തോടിയിൽ പറഞ്ഞു. അതോടൊപ്പം നമ്മുടെ ഈ സ്റ്റേഡിയം മാറ്റി ഇൻഡോർ സ്റ്റേഡിയം പണിയുന്നതിനുണ്ട്. അത് നിലവിൽ LDF വിയോജനം എഴുതിയിട്ടുണ്ട്. ഇപ്പം LDF കൗൺസിലർമാർ കത്ത് കൊടുത്തു കഴിഞ്ഞു. ഒരു കാരണവശാലും ഇൻഡോർ സ്റ്റേഡിയം അനുവദിക്കാൻ പാടില്ല. അത് കട്ടപ്പനയിലെ പൊതുസമൂഹത്തിന് ഒരു പൊതുപരിപാടി നടത്തുന്നതിനോ കായിക പ്രേമികൾക്ക് ഒരു കായിക പ്രോഗ്രാം നടത്തുന്നതിനോ ഒരു മേള സംഘടിപ്പിക്കുന്നതിനോ ഒന്നുമുള്ള സൗകര്യം നിലവിലുണ്ടാവില്ല. ഈ വർഷവും ഫെസ്റ്റിൽ നിന്ന് ഏകദേശം 20 ലക്ഷത്തോളം രൂപ. കഴിഞ്ഞ 3 വർഷമായി നഗരസഭയിൽ സ്വാധീനമുള്ള കൗൺസിലർമാരുടെ വാർഡുകളിലേക്ക് കൂടുതൽ ഫണ്ട് അനുവദിക്കുകയാണ്. മറ്റുള്ളവരെ മാറ്റി നിർത്തിക്കൊണ്ട് ഇത്തരത്തിലെ പ്രവർത്തനം ജനാധിപത്യത്തിന് എതിരാണെന്ന് LDF കൗൺസിലർ ബെന്നി കുര്യൻ പറഞ്ഞു. നമ്മുടെ കട്ടപ്പന നഗരസഭയെ സംബന്ധിച്ചുള്ള വികസന പ്രവർത്തനങ്ങൾ വളരെ പിന്നിലാണ്. നമുക്കറിയാം, കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ വർഷം 87 സ്ഥാനത്ത് വരെ നമ്മുടെ കട്ടപ്പന നഗരസഭ പോയ ഒരവസ്ഥയാണുള്ളത്. ഈ വർഷവും ഏകദേശം ഒരു 70 സ്ഥാനത്താണ് ഇരിക്കുന്നത്. വളരെയേറെ ഫണ്ടുകൾ ഇനിയും വിനിയോഗിക്കേണ്ടതുണ്ട്. ഗ്രാമീണ റോഡുകളെല്ലാം തകർന്നു കിടക്കുകയാണ്. ഭരണപക്ഷത്തെ കൗൺസിലർമാർ പോലും ഈ വിഷയം കൗൺസിലിൽ ഉന്നയിച്ചു തുടങ്ങിയിട്ടുണ്ട്. നഗരസഭയിൽ നടക്കുന്ന ഇത്തരത്തിലെ കെടുകാര്യസ്ഥതയ്ക്കും അഴിമതിക്കുമെതിരെ പ്രത്യക്ഷ സമരത്തിലേക്ക് കടക്കുമെന്നും നേതാക്കൾ മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.